പതിവ് പോലെ രാവിലത്തെ പണികളെല്ലാം കഴിച്ച് ഓടിയാണ് മനക്കലേക്ക് ചെന്നത്. ഇതിപ്പോൾ പതിവായിരിക്കണു. കോളേജിൽ പോകും മുൻപ് വെപ്രാളപ്പെട്ട് ചെന്നൊന്ന് കാണും. മിണ്ടാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും വെറുതെ കണ്ടുപോരും. കണ്ണുകൾ കൊണ്ട് യാത്ര പറയും. തിരിച്ചും കരുതലോടെ പ്രണയത്തോടെ കണ്ണ് ചിമ്മി മറുപടി തരും രുദ്രേട്ടൻ. ചിലപ്പോഴൊക്കെ പടിപ്പുരയിറങ്ങി നടക്കുമ്പോൾ ഓടിയെടുത്ത് വന്ന് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് ഒന്നും അറിയാത്ത പോലെ തിരികെ കയറും. കയറി ചെല്ലുന്നിടത്തും മറ്റും തിരിഞ്ഞുവെങ്കിലും നിരാശയായിരുന്നു ബാക്കി. ഇനിയും നിന്ന നേരം വൈകുമെന്നായപ്പോൾ ഉള്ളിൽ നിറഞ്ഞ പരിഭവത്തോടെ മുത്തശ്ശനെയും സുമമ്മയെയും എല്ലാം കണ്ട് തിടക്കപ്പെട്ട് ഇറങ്ങി ആമി. പതിവിലും നേരം വൈകിയിരുന്നു. ധൃതിപ്പെട്ട് പാടവരമ്പിലൂടെ നടക്കവേ പിൻവിളിക്കായി കാതോർക്കുകയായിരുന്നു അവൾ. നടന്ന് റോഡിൽ കയറിയിട്ടും സമാധാനമുണ്ടായിരുന്നില്ല അവൾക്ക്. പരിഭവം പറഞ്ഞുകൊണ്ട് തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ആമിക്കുട്ടി എന്നുള്ള വിളി കേട്ടാൽ തന്നെ തേനൊലിക്കും. മനുഷ്യൻ ഓടിപ്പാഞ്ഞ് കാണാൻ ചെന്നല്ലോ, അതിനൊട്ട് നേരവും ഇല്ലാച്ചാ. പിന്നെന്താ ചെയ്യുക? വന്ന് ശരിക്കൊന്നും മിണ്ടാൻ കൂടെ പറ്റണില്ല. ബാഗിൻ്റെ വള്ളിയിൽ പിടിമുറുക്കിക്കൊണ്ട് ടാർപ്പയെ കൊണ്ട് മയഞ്ഞ് കുഞ്ഞു ബസ് സ്റ്റോപ്പിൽ അരികെ ചേർന്നു നിന്നു അവൾ. ഇനി ഇങ്ങോട്ട് വരട്ടെ കോമിന്ന് വിളിച്ചോണ്ട്. മിണ്ടാനും കാണാനും നേരമില്ലാത്തവരോട് ഞാനും മിണ്ടില്ല. പരാതി പറച്ചിലിനിടയിൽ അടുത്തായി വന്നു നിന്ന ബൈക്ക് ശ്രദ്ധയിൽപ്പെട്ടില്ല. ഡി വന്ന് കയറ്. പരിചിതമായ ശബ്ദം കേട്ടതും അവൾ മുഖം ഉയർത്തിന്ന് നോക്കി. കാണാൻ കൊതിച്ച ആളെ കണ്ടതും കണ്ണുകൾ വിടർന്നു. പിന്നെ എന്തോ ആലോചിച്ചെന്ന പോലെ മുഖം തിരിച്ചു ആമി. അവളിലെ പരിഭവം കാണുക രുദ്രൻ വന്ന് ചിരി ചുണ്ടുകൂട്ടി പിടിച്ചടക്കി. ഡി വാ, ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയാ പോയേ, കണ്ടില്ലേ നീ? രുദ്രൻ അവൻ ഇരുന്നിരുന്ന റോയൽ എൻഫീൽഡ് തഴുകിക്കൊണ്ട് ചോദിക്കവേ ആമിയുടെ നോട്ടം അതിൽ പതിഞ്ഞു. ഇതെന്താ കുടുകുടു ശബ്ദമില്ലാത്തേ? ചോദിക്കുമ്പോഴും അവൾ വണ്ടിയാകമാനം കണ്ണോടിക്കുന്ന തിരക്കിലായിരുന്നു. സൈലൻസർ അഴിച്ചു പണി ചെയ്യണമെന്നാലേ ശബ്ദമൊക്കെ ഉണ്ടാകൂ, അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാകില്ല. ചിരിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. അവൾ അപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളുടേതുപോലെ അതിൻ്റെ ഭംഗി നോക്കുന്ന തിരക്കിലായിരുന്നു. നോക്കി നിൽക്കാതെ കയറു പെണ്ണെ, ഞാൻ ആക്കിത്തരാടി കോളേജിലേക്ക്. കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നവനെ നോക്കുന്നതിനോടൊപ്പം വെപ്രാളപ്പെട്ടവൾ ചുറ്റും കണ്ണോടിച്ചു. ആരും ഒന്നും പറയില്ല, നീങ്ങ കയറ്. അവളുടെ ചിന്ത മനസ്സിലാക്കിയെന്ന പോലെ രുദ്രൻ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും ആലോചിച്ച് നിൽക്കാതെ ആമി സൂക്ഷിച്ചു വണ്ടിയിൽ കയറിയിരുന്നു. പതിയെ അവൻ്റെ തോളിൽ കയ്യമർത്തി. ചുറ്റും നോക്കി പരിചയമുള്ള മുഖങ്ങളുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നവളെ കാണുക രുദ്രൻ ചിരിക്കുകയായിരുന്നു. എൻ്റെ ആമിക്കുട്ടിയെ, നീ ഇങ്ങനെ പേടിക്കല്ലേ? അതേ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. നാട്ടിൽ നിന്ന് ഏതാണ്ട് അരമണിക്കൂർ യാത്രയുണ്ടത്രേ അവളുടെ കോളേജിലേക്ക്. പരിചിതമായ വഴികൾ താണ്ടിയും തോളിലിരുന്ന് അവളുടെ കൈയെടുത്ത് വയറോട് ചേർത്ത് വെച്ചു രുദ്രൻ. പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ അവൾ ഒന്ന് ഞെട്ടി. മറുപടിയായി സൈഡ് മിററിലൂടെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു അവൻ. ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് മുഖം ചേർത്തിരുന്നു ആമി. അന്നേരം പെണ്ണിൻ്റെ മനസ്സിൽ അത്രയും സന്തോഷമായിരുന്നു. ആമി ഒച്ചപ്പാടൊന്നും കേൾക്കാതായപ്പോൾ രുദ്രൻ തലചരിച്ചൊന്ന് നോക്കി. എന്തേ ഒന്നും മിണ്ടാതിരിക്കണേ? ഏയ് അല്ല, ഇതെന്താ ഇപ്പം ഇങ്ങനെ ഒരു പൂതി? മനക്കലെ കാറുണ്ടല്ലോ. തൻ്റെ താടി തോളിൽ അമർത്തിക്കൊണ്ടാണ് അവളത് ചോദിച്ചത്. അതൊക്കെ ഉണ്ടടി, പക്ഷേ എനിക്കൊന്ന് പുറത്ത് പോകണമെന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ കാർ അവിടെ കാണില്ല. നിന്റെ അച്ഛനും എൻ്റെ അച്ഛനും കൂടെ അത് കൊണ്ടുപോയിട്ടുണ്ടാകും. അതിനേക്കാൾ ഭേദം ഇതല്ലേ, ഭാവിയിലും ഉപകാരം വരുന്നേ. അവസാന വാചകം അല്പം കുസൃതി കലർത്തി പറഞ്ഞുകൊണ്ട് അവൻ അവളെ ഇടങ്കണ്ണാലെ ഒന്ന് നോക്കി. അതേ ചിരി അന്നേരം അവളിലും ഉണ്ടായിരുന്നു. അവൻ്റെ വയറിന് കുറുകെയുള്ള പിടി ഒന്നുകൂടെ മുറുക്കിക്കൊണ്ട് അവൾ ചേർന്നിരുന്നു. ദിവസവും കാണുന്നുണ്ടെങ്കിൽ പോലും അന്നാദ്യമായി കാണുന്ന പോലെ പുതുമയുള്ളതായിരുന്നു ഓരോ വഴിയോര കാഴ്ചകളും. കോളേജ് പരിസരം എത്തിയതും ആമി രുദ്രനിൽ നിന്നും അകന്നിരുന്നു. തോളിൽ തന്നെ കൈയെടുത്തു വെച്ചു. ഗേറ്റിൽ നിർത്തിയാൽ മതിട്ടോ. ആമി പറഞ്ഞത് കേട്ടെങ്കിലും അത് വകവയ്ക്കാതെ രുദ്രൻ ബുള്ളറ്റ് അകത്തേക്ക് കയറ്റി. വണ്ടി നിർത്തിയതും ദേഷ്യത്തിൽ അവൻ്റെ കൈത്തണ്ടയിൽ അമർത്തി നുള്ളിയിരുന്നു അവൾ. പിന്നെ കയറി അതേ ശ്രദ്ധയോടെ തന്നെ തിരിച്ചിറങ്ങി. കൊള്ളാം, ആകെ മൊത്തം ഇല്ലടി. മുകളിലേക്ക് നോക്കി പറയുന്നവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയ ശേഷം അവളും അതേ ദിശയിലേക്ക് നോക്കി. കൂട്ടം കൂടി നിൽക്കുന്ന ചില പെണ്ണുങ്ങൾ നോക്കി നിൽപ്പുണ്ട് അവനെ. അത് കാണുകെ കുശുമ്പ് തോന്നി തുടങ്ങിയിരുന്നു ആമിക്ക്. അവളെ ചൊടിപ്പിക്കാനെന്ന പോലെ ചിരിച്ചു കാണിക്കുന്നവരെ നോക്കി അവനും നന്നായി തന്നെ ചിരിച്ചു. പൊയ്ക്കേ രുദ്രേട്ടാ, മതി. എന്ത് മതിയെന്ന് കുസൃതിയോടെ ചോദിക്കുന്നവനെ ഇരുത്തി നോക്കിക്കൊണ്ട് പരിഭവത്തോട് മുഖം തിരിച്ചു. പഠിപ്പിക്കുന്ന സാറുമാരെ വരെ വെറുതെ വിടാൻ കൂട്ടാക്കാത്ത പെണ്ണുങ്ങളാ, എന്നിട്ട് നോക്കി ചിരിക്കണ കണ്ടില്ലേ? പതിഞ്ഞ സ്വരത്തിലെങ്കിലും പറഞ്ഞത് വ്യക്തമായി തന്നെ രുദ്രൻ കേട്ടിരുന്നു. ഓ എൻ്റെ ആമിക്കുട്ടിയെ, കുശുമ്പ് കുത്തിയപ്പോൾ മുഖം പൊട്ടുവല്ലോ. കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ച് ചേർത്ത് നിർത്തി പറയവേ
അതേ വേഗത്തിൽ തന്നെ പകപ്പോടെ അകന്നു മാറിയിരുന്നു അവൾ. അല്ല, വൈകിട്ട് എപ്പോഴാ വരണ്ടേ ഞാൻ? ഏയ് വേണ്ടട്ടോ, ഇങ്ങോട്ട് വരും പോലെയല്ല, തിരിച്ചു പോകാൻ നേരം അറിയണ ആള് നിറയെ ഉണ്ടാകും. നിൽക്കൊന്നും വയ്യ. ഓ വയ്യെങ്കിൽ വേണ്ട, തൽക്കാലം പകൽക്കിനാവ് കാണാനേ ഇതൊക്കെ മതി. നുണക്കുഴി വിടർത്തിയുള്ള അവൻ്റെ കള്ളച്ചിരി കണ്ണിൽ നിറഞ്ഞ പ്രണയത്തോടെ നോക്കി നിന്നു ആ പെണ്ണ്. പോട്ടെടി. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ തലയാട്ടി കാണിച്ചവൻ മറുപടിയായി അവളും. കോളേജ് ഗേറ്റ് കടന്നു പോകുന്നത് നോക്കി അല്പനേരം നിന്നു ആമി. പിന്നെ നോട്ടം പിൻവലിച്ചു. അകത്തേക്ക് കയറും മുന്നേ മുകളിൽ നിന്നും അവൻ പോയ വഴി നോക്കി നിന്ന് ഒന്ന് രണ്ടെണ്ണത്തിന് കണ്ണുരുട്ടി കാണിക്കാനും മറന്നില്ല അവൾ. അന്ന് മുഴുവൻ കഴിഞ്ഞു പോയ നിമിഷങ്ങൾ ബാക്കി വെച്ചൊരു ചിരി അവളിൽ ഉണ്ടായിരുന്നു. തന്നിൽ തങ്ങി നിൽക്കുന്ന അവൻ്റെ ഗന്ധം അതിന് മാറ്റുകൂട്ടുന്ന പോലെ. സ്വതവേ ആരോടും കൂട്ടുകൂടാതെ ഒതുങ്ങി നടക്കുന്ന അവളിലെ പതിവില്ലാത്ത പല മാറ്റങ്ങളും കുറച്ചെങ്കിലും അവളോടടുപ്പമുള്ള രശ്മി ശ്രദ്ധിച്ചിരുന്നു. ചോദിക്കുമ്പോൾ ഒന്നും പറയാതെ ആമി ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. എന്നാൽ ഇന്ന് അവളും കണ്ടിരുന്നു കൊണ്ടാക്കി തന്ന രുദ്രനെ. പിടിച്ചു നിർത്തി ചോദിച്ചപ്പോൾ ആമി എല്ലാം പറഞ്ഞു. അവളുടെ കളിയാക്കൽ കൂടിയായതോടെ കവിൾ തടങ്ങളിൽ കയറിയ ചുവപ്പ് രാശിയോടെ മുഖം കുനിക്കുകയായിരുന്നു ആ പെണ്ണ്. ഗൗരിയുടെ കരച്ചിൽ കേട്ട് ഓർമ്മകളിൽ നിന്നും ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു ആമി. അഴിഞ്ഞു വീണ മുടിയൊന്ന് ഉലച്ചു മുകളിലേക്ക് ഉയർത്തി കെട്ടിവെച്ചു. ജനലരികിൽ നിന്നും എഴുന്നേറ്റ് ഡയറി മടക്കി ടേബിളിൽ തിരികെ വെച്ചു. കുഞ്ഞുട്ടിയുടെ കരച്ചിലിനൊപ്പം ചുമരിൽ വെച്ചിരിക്കുന്ന ക്ലോക്ക് വലിയ സ്വരത്തിൽ 4 തവണ മണിയടിച്ചു കഴിഞ്ഞിരുന്നു. പുതപ്പ് മാറ്റി അവളെ എടുത്ത് തോളിലിട്ട് ഗോവണി ഇറങ്ങി. അമ്മമ്മ ഉച്ചമയക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. ദൂരേക്ക് നോക്കിയ ഉമ്മറത്തിണ്ണയിൽ ഇരിക്കായിരുന്നു അമ്മമ്മ. തോളിൽ മുഖമർത്തി തന്നോട് പറ്റിക്കിടക്കുന്ന കുഞ്ഞു പെണ്ണിൻ്റെ മുഖം കഴുകി കൊടുത്ത് സാരി തലപ്പ് കൊണ്ട് തുടച്ച് അമ്മമ്മയുടെ മടിയിൽ ഇരുത്തി കൊടുത്തു. താനും തണുത്ത വെള്ളത്തിൽ മുഖമൊന്ന് കഴുകി. പിന്നെ പതിവ് പണികളിലേക്ക് കടന്നു. ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉറക്ക ക്ഷീണമൊക്കെയും മാറിയിരുന്നു. അവൾക്കും അമ്മമ്മയ്ക്കും ചായ കൊടുത്തു. ഒപ്പം താനും ഉമ്മറത്തിരുന്ന് തന്നെ ചായ കുടിച്ചു. നേരം വൈകി എണീറ്റത് കൊണ്ടാണെന്ന് ചായക്കടി ഒന്നും ഇല്ലായിരുന്നു. ഗൗരിക്കുട്ടിക്ക് അങ്ങനെ പിടിവാശിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ആമി, നീ ഉച്ചരിഞ്ഞ് അമ്പലത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ? ഊവ് പോകണം. അമ്മമ്മയുടെ ചോദ്യത്തിന് മറുപടിയും കൊടുത്ത് ഗ്ലാസ് എല്ലാം എടുത്ത് അകത്തേക്ക് നടന്നു. അത്താഴത്തിനുള്ള അരി കഴുകി അടുപ്പത്തിട്ട ശേഷം പാത്രം കഴുകാനിരുന്നു. കൊട്ടത്തളത്തിൽ നിറഞ്ഞു കിടക്കുന്ന പാത്രങ്ങൾ കാണി മടുപ്പ് തോന്നിയിരുന്നു. അവയെല്ലാം വെണ്ണീരും സോപ്പും ചേർത്ത് ഉരച്ച് കഴുകിയതോടൊപ്പം തന്നെ പടിഞ്ഞാറ് ചുവപ്പ് കയറി തുടങ്ങിയിരുന്നു. കുഞ്ഞുട്ടിയെ കൊണ്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചാമി കുളിച്ചു മാറ്റാനുള്ളതും എടുത്ത് പുറത്തെ കുളിമുറിയിലേക്ക് നടന്നു. കുളി കഴിഞ്ഞ് അലസമായി നേരിയതെടുത്ത് തോളിലേക്കിട്ടു. ഈറൻ മുടിയിൽ തോർത്ത് കെട്ടി അകത്തേക്ക് കയറവേ കുഞ്ഞുട്ടി തന്നെ ആകെ ഒഴിഞ്ഞു നോക്കുകയായിരുന്നു. ആമിമ്മ എവിടേക്കാ? അകത്തു കയറാൻ സമ്മതിക്കാതെ ഉമ്മറത്തെ കട്ടിളപ്പടയിൽ തടസ്സം നിന്നുകൊണ്ടാണ് കുഞ്ഞിപ്പെണ്ണിന്റെ ചോദ്യം ചെയ്യൽ. ആമിമ്മേ, തമ്പാട്ടിയെ തൊഴുതിട്ട് വരാവേ. കുഞ്ഞുട്ടി അമ്മമ്മയോടൊപ്പം ഇരിക്കില്ലേ, നല്ല കുട്ടിയായിട്ട്. അവളെ വാരിയെടുത്തുകൊണ്ട് ഉണ്ടക്കവളിൽ അമർത്തി ഉമ്മ വെച്ചു ആമി. ഇരിക്കാലോ. ആമിമ്മ വരുമ്പോൾ കുഞ്ഞുട്ടിക്ക് തമ്പാട്ടിൻ്റെ പ്രസാദം കൊണ്ടുവന്ന് തരുമോ? കൊണ്ടുതരാലോ. അതും പറഞ്ഞവൾ ഗൗരിയെ താഴെ ഇറക്കി നിർത്തി മുറിയിലേക്ക് നടന്നു. നേരിയത് ശരിക്കൊടുത്ത് മുടിയൊതുക്കി കുളിർപ്പിന്നലിട്ടു. കണ്ണിൽ കൺമഷി പടർത്തിയ ശേഷം ആകെ ഒന്ന് നോക്കി. അരി തിളച്ചു തൂകുന്നത് നോക്കണേ അമ്മമ്മേ. അമ്മമ്മയോടും ഗൗരിയോടും പറഞ്ഞ ശേഷം അമ്പലത്തിലേക്ക് നടന്നു. പാടവും തോടും കടന്ന് മനക്കലെ പടിയെത്തിയപ്പോൾ നോക്കരുതെന്ന് മനസ്സ് വിലക്കിയിട്ടും കണ്ണ് ചതിച്ചു. അറിയാതെ നോക്കിപ്പോയെങ്കിലും അതേ വേഗത്തിൽ നോട്ടം പിൻവലിച്ചു. പിന്നീട് നടത്തം വേഗത്തിലായിരുന്നു. അമ്പലക്കുളത്തിൽ കാലും കഴുകി കയറി ശ്രീകോവിലിന് ചുറ്റും വലയം വെച്ച് വന്നപ്പോഴേക്കും അർച്ചന ചെയ്ത പ്രസാദമടക്കം വാഴയില ചീന്തി തിരുമേനി കയ്യിലേക്ക് തന്നു. പുഞ്ചിരിയോടെ അതിൽ നിന്നും അല്പം ഭസ്മം എടുത്ത് നെറ്റിയിൽ വരച്ചു. എവിടെ കാന്താരി വന്നില്ലേ ഇന്ന്? ഏയ് ഇല്ല, കൊണ്ടുവന്നില്ല. അമ്മമ്മയുടെ അടുത്താക്കിയിട്ടാ വന്നേ. തിരുമേനിയുടെ ചോദ്യത്തിന് മറുപടിയും കൊടുത്തിറങ്ങി നടന്നു. ഗൗരിയെ കൊണ്ടുവരാതിരുന്നത് മനഃപൂർവ്വം തന്നെയാണ്. രുദ്രേട്ടൻ വന്നാലോ എന്നുള്ള ചിന്ത. അവളെ ഇനിയും മനക്കിലേക്ക് കൊണ്ടുപോകാതെ നോക്കണം. അവരെ തമ്മിൽ കാണിക്കാതിരിക്കായിരിക്കും നല്ലത്. കുഞ്ഞു മനസ്സാണ്. ഓരോന്നൊക്കെ ആശിച്ചു കൂട്ടി എൻ്റെ മോള് സങ്കടപ്പെട്ട കാണാൻ ഞാൻ തന്നെ ഉണ്ടാകൂ. വയ്യ ഇനി ഒന്നിനും. ഓരോന്നോർത്ത് വീടെത്തിയതറിഞ്ഞില്ല. അമ്മമ്മ സാധാരണ ഈ നേരത്ത് ഉമ്മറത്ത് കാലു നീട്ടിയിരിപ്പാണ് പതിവ്. കൂട്ടിന് കുഞ്ഞിപ്പെണ്ണും ഉണ്ടാകും കഥയും കേട്ടിട്ട്. കേൾക്കാൻ ആളെ കിട്ടിയ പഴങ്കഥ പറയാൻ അമ്മമ്മയ്ക്ക് 100 നാവാ. ഉമ്മറത്തേക്ക് കയറിയിട്ടും 2 പേരെയും കാണാനില്ലായിരുന്നു. അകത്തേക്ക് കയറവേ കേൾക്കുന്നുണ്ട് അടുക്കളയിൽ നിന്നും ബഹളം.
ചെന്ന് നോക്കുമ്പോൾ അമ്മമ്മ തട്ടിനു മേലെ വെച്ച് ചോറ് വാർക്കുമായിരുന്നു. കുഞ്ഞുട്ടിയെ കാണാനുമില്ല. അടുക്കളയിലേക്ക് കയറിയതും കണ്ടു അടുക്കള തിണ്ണലിലെ അമ്മമ്മയെ നോക്കിയിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ. ചിരിച്ചുകൊണ്ട് പ്രസാദം അടുക്കള അലമാരയിൽ വെക്കാനായി തിരിഞ്ഞതും അതിനോട് ചേർന്ന് നിൽക്കുന്ന രുദ്രനെ കാണുകെ വിശ്വാസം വരാതെ ഉറ്റുനോക്കി അവൾ. എവിടെ ആമിമ്മേൻ്റെ കുഞ്ഞുട്ടിക്കുള്ള പ്രസാദം? ഞാൻ വന്ന് കയറിയപ്പോൾ തൊട്ട് പറയണതാ ആമിമ്മ പ്രസാദം കൊണ്ടുവരുമെന്ന്. അല്ലടി കുറുമ്പി. മീശ പിരിച്ച് കളിയായി ചോദിക്കുന്നവനെ നോക്കി അതേ നിൽപ്പ് തന്നെയായിരുന്നു ആമി. അവൻ്റെ കണ്ണുകൾ ആമിക്ക് പുറകിലേക്കും അവളിലേക്കും ഒരേ സമയം നിന്നു. ആമിമ്മേ. അന്നേരം അടുക്കളയിൽ തിണ്ണയിൽ നിന്നും ഇറങ്ങി വന്ന് അവളുടെ കാലിൽ ചുറ്റിപ്പിടിച്ചു ഗൗരിക്കുട്ടി. അല്പനേരം വേണ്ടി വന്നു ആമിക്ക് ചിന്തകളിൽ നിന്ന് പുറത്തു കടക്കാൻ. വേഗത്തിൽ കുഞ്ഞുട്ടിയെ വാരിയെടുത്ത് ഇലച്ചീന്ത് കുഞ്ഞിക്കൈയിൽ വെച്ചു കൊടുത്ത ശേഷം അവളെ പുറത്തേക്ക് ഇറക്കിവിട്ട് അതിനോടൊപ്പം തന്നെ അവൾ കൊഴിഞ്ഞു കൊടുത്തെന്ന പോലെ അമ്മമ്മയും പുറത്തേക്കിറങ്ങി. താനെന്താ ഇവിടെ? എൻ്റെ വീട്ടിൽ ആരോട് ചോദിച്ചിട്ട കയറിയേ? അവൻ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കവേ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു ആമി. അന്ന് ചോദ്യം എൻ്റെ ആമിക്കുട്ടിയെ. ഇതെൻ്റെ അച്ഛൻ, നിന്റെ അച്ഛന് പാട്ടത്തിന് കൊടുത്ത വീടും പറമ്പൊക്കെയല്ലേ? നിലവിലതിൻ്റെയൊക്കെ അവകാശം ഞാനല്ലേ? ഉത്തരവാദിത്തം വേണ്ടേ? എല്ലാം ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി. പറയുന്നതിനോടൊപ്പം അടിവെച്ച് അവളിലേക്ക് അടുക്കുകയായിരുന്നു രുദ്രൻ. തൻ്റെ തന്നെയാ എല്ലാം, സമ്മതിച്ചു. ഇപ്പം താനിറങ്ങ്. ആണും തോണും ഇല്ലാത്തിടത്ത് കയറി നല്ല ഉത്തരവാദിത്തം കാണിക്കേണ്ടത്. പിന്നെ അവകാശം അത് ഞാനങ്ങ് ഉറപ്പിച്ചു തന്നേക്കാം. കുറച്ച് ദിവസം സാവകാശം, അത് മതി. ഞങ്ങൾ ഇറങ്ങിത്തരും. എനിക്ക് വേണ്ട തൻ്റെ ഒന്നും. പറഞ്ഞു നിർത്തുമ്പോൾ കിതച്ചു പോയിരുന്നു ആമി. ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു മുഖം. അത് വകവയ്ക്കാതെ തൻ്റെ കൈപ്പിടിക്കുള്ളിൽ ഒതുക്കി നിർത്തി അവളെ രുദ്രൻ. കിടന്നു പിടക്കുന്നത് കാര്യമാക്കാതെ അവളിലെ പിടുത്തം കൂടുതൽ മുറുക്കുകയായിരുന്നു രുദ്രൻ. ഡി, താഴ്ന്നു തരുമ്പോൾ തലയിൽ കയറി നിരങ്ങല്ല പെണ്ണെ. ഞാനൊരു തെറ്റ് ചെയ്തു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എൻ്റേതായ നിന്നെ തള്ളി പറഞ്ഞു, ശരിയാ. അന്നെന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ ഇന്നതിൻ്റെ ഇരട്ടി ഞാൻ നിന്നെ ചേർത്ത് പിടിക്കാൻ കൊതിക്കുന്നുണ്ട്. സമ്മതിച്ചൂടെ നിനക്ക്? നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും. ഉറച്ച ശബ്ദത്തിൽ തുടങ്ങിയ വാക്കുകൾക്ക് പിന്നീട് അത്രയും ഇടർച്ചയായിരുന്നു. ചാലിട്ടൊഴുകുന്ന കണ്ണുനീർ തുടയ്ക്കാതെ കണ്ണുകൾ ഇറുക്കി അടച്ച് നിൽക്കുകയായിരുന്നു ആമി. അവൻ പറഞ്ഞു തീർന്നതും ആമി കണ്ണുകൾ തുറന്നൊന്ന് നോക്കി. എന്താ രുദ്രേട്ട ഞാൻ പുറത്തു തരേണ്ടേ? എല്ലാ അർത്ഥത്തിലും ഒന്നായി കഴിഞ്ഞു. എന്നെ പിഴച്ചവളെന്ന് വിളിച്ച് തള്ളി പറഞ്ഞതോ, അതോ എൻ്റെ അച്ഛനെ കൂട്ടിക്കൊടുപ്പുകാരനാക്കിയതോ? പറ, എന്താ ഞാൻ മറക്കേണ്ടത്? അവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ചോദിക്കുമ്പോൾ നേർത്തതാണെങ്കിലും ഇടർച്ചയൊന്നുമില്ലായിരുന്നു അവളുടെ സ്വരത്തിൽ. അത് കേൾക്കെ അവളിലെ പിടിവിട്ടിരുന്നു രുദ്രൻ. ആമി, അറിയാം എനിക്ക് പുറത്തു തരാൻ പാടാണെന്ന്. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു, ശരിയാ. പക്ഷേ കാരണമില്ലാതെ ആരുമൊന്നും പറയില്ല ആമി. അതൊന്നും നിനക്ക് മുന്നിൽ തുറന്നു പറയാൻ പറ്റില്ല. അല്ല, പറയില്ല. പക്ഷേ നിക്ക് വേണം. നിന്നെയും എൻ്റെ മോളെയും ജീവിച്ചു തുടങ്ങാനുള്ള കൊതി കൊണ്ടാടി. നടക്കില്ല രുദ്രേട്ടാ, നിങ്ങൾ ഇറങ്ങിക്കോ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിത്തരും. കുറച്ച് ദിവസം, അത് മതി. തൻ്റെ മുഖത്ത് നോക്കാതെ പറയുന്നവളെ ഇളം ചിരിയോടെ നോക്കുകയായിരുന്നു രുദ്രൻ. വേണ്ട, നീ മാത്രമല്ല എൻ്റെ മോളുമുണ്ട് നിന്റെ കൂടെ. അവളുടെ അച്ഛൻ്റെയൊക്കെ അവൾക്കുള്ളതാ. ഇനിയും ഇറങ്ങുമെന്നത് തന്നെ തീരുമാനമെങ്കിൽ പൊക്കിയെടുത്ത് കൊണ്ടുപോകും ഞാൻ അമ്മയെയും മോളെയും അങ്ങ് മനക്കിലേക്ക്. കേട്ടല്ലോ? മറുപടിയായി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്നും ഇറങ്ങി നടന്നു രുദ്രൻ. അപ്പോഴും അതേ നിൽപ്പ് തന്നെയായിരുന്നു ആമി. പുറത്ത് കടന്ന് മോളെ എടുത്ത് കൊഞ്ചിക്കുന്നതും അമ്മയോടും കുഞ്ഞുട്ടിയോടും യാത്ര പറയുന്നതുമെല്ലാം കേൾക്കാമായിരുന്നു. ഉയർന്ന നിശ്വാസത്തോടെ കരുപിടിച്ച അടുക്കള ചുമരിലൂടെ ഊർന്നിറങ്ങവേ ആമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു.